രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ചേ മതിയാകൂ ഈ ഒരു കാര്യത്തിൽ. കാരണം കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ലഹരിക്ക് അടിമയായവരുടെ വിക്രിയകൾ. ആരാണ് ഈ മയക്കുമരുന്നുകളിലേക്ക് കൂടുതൽ പോകുന്നത്? യുവാക്കളാണ്. അവരെ ഒരു ബോധവൽക്കരണം നൽകാൻ വിജയ് വന്ന് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ചു പേർക്കെങ്കിലും കഴിയുമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പോലും ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പരിപാടി ഏറ്റെടുത്ത് ഒന്നിച്ച് നടപ്പാക്കുമ്പോഴേ ഇത് പൂർണ്ണമായി ഒരു വിമോചനം ഇതിൽ നിന്ന് സാധ്യമുള്ളൂ. ഈ പെൺകുട്ടികൾ ഈ MDMA-യുമായി പിടികൂടുന്നു, അവരൊരു കൂസലുമില്ലാതെ പോലീസിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു, അവരെ ആസ്വദിക്കുന്നു. ഒപ്പം ഇതോടൊപ്പം സെക്സ് ചേരുന്നു, ഇത് സമ്മേളിക്കുകയാണ്. ഇതൊക്കെ ആയി കഴിയുമ്പോൾ മറുഭാഗത്ത് വയലൻസ് സംഭവിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനെ ഉൾപ്പെടെ പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ തൊടാൻ കഴിയും. ആ ഓപ്പറേഷൻ കുബേര കൂടി തിരിച്ചു വരണം. പ്രിയപ്പെട്ട ലാലേട്ടൻ വരുന്നു, വിജയ് വരുന്നു, കേരളം ഒന്ന് ഇളകി മറിയും. കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ്. നമ്മുടെ യുവാക്കളെ തിരിച്ചു പിടിക്കണം, അല്ലേ? തീർച്ചയായും. ഫിജി, ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമായിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, രാജ്യം മുഴുവൻ മാതൃകയാക്കുന്ന വിധത്തിൽ ഓരോ സംസ്ഥാനങ്ങളും ഈ ഓപ്പറേഷൻ തൂഫാനെ ഒരു മോഡലാക്കിയിട്ട് അത്തരം സമാനമായ രീതിയിൽ അവരുടെ സംസ്ഥാനത്തും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും, അമിത്ഷാ പോലും സർപ്രൈസ്ഡ് ആയിട്ട് ഈ പദ്ധതി കേന്ദ്രതലത്തിൽ, ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേരളത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാന്റെ പ്രചാരണത്തിന് വേണ്ടി വരുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവത്തിൽ ചരിത്രത്തിൽ ഇങ്ങനൊരു ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും എഫക്റ്റീവായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ഇത്രയധികം ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നൊരു ഹോം മിനിസ്റ്റർ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഫിജിക്ക് തോന്നുന്നത്? അത് വളരെ കറക്റ്റാണ് ഇതു. കാരണം ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം തുടങ്ങി വെച്ച ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ, നേരത്തെ ഒരു ഓപ്പറേഷൻ കുബേര ഉണ്ടായിരുന്നു, ഇതിന് ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായും. അപ്പോ അതിന് ചുവട് പിടിച്ച, അല്ലെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷം ഇത് എല്ലാ തലങ്ങളിലേക്കും, ഒരു സമൂഹത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഇറങ്ങിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് തെരുവുകൾ കേന്ദ്രീകരിച്ചും ടെക്നോളജി ഉപയോഗിച്ച്, സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് നാർക്കോട്ടിക് ശൃംഖലകളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇവർക്ക് എവിടുന്നാണ് ഈ ഒരു പണം ഉണ്ടാകുന്നത്? കാരണം ഈ ഇടപാടുകൾക്ക് പണം വേണമല്ലോ. ഇതിനെ ഫണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള വളരെ ആസൂത്രിതമായ ഒരു അന്വേഷണമാണ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ. എന്തായാലും നമുക്ക് രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ചേ മതിയാകൂ ഈ ഒരു കാര്യത്തിൽ. കാരണം കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ലഹരിക്ക് അടിമയായവരുടെ വിക്രിയകൾ, അല്ലെ? അവര് ഇപ്പം കേരളത്തിലായാലും പല സംഭവങ്ങൾ വളരെ ചെറുതെന്ന് പറയാമെങ്കിലും പല സ്ഥാപനങ്ങളിലും ചെന്ന് ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടിട്ടില്ലേ, അല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഫിജി തോമസ് എന്ന മാധ്യമ പ്രവർത്തകൻ മനോരമ ന്യൂസിൽ ഒരുപാട് കാലം, എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ പഠനകാലം മുതൽ തന്നെ ഞാൻ മനോരമ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു. അപ്പോൾ ഈ വാർത്താ അവതരണത്തിനിടയിൽ ഇത്തരം ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടാവും, അത് കേട്ടിട്ടുണ്ടാവും, റിപ്പോർട്ടർമാരോട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രത്തോളമായി 1 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എത്രത്തോളമാണ്? ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് വെറുതെ നമ്മൾ പറയുന്ന പോലെ ഇത്ര കേസ് പിടിച്ചു, ഇത്ര കോടി രൂപയുടെ മരുന്ന് പിടിച്ചു എന്നുള്ളതല്ല. അതിനപ്പുറം അതുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്രയധികം കേസുകൾ പിടിക്കപ്പെടുന്നു, ഇത്ര കോടി രൂപയുടെ ലഹരി, സിന്തറ്റിക് ഡ്രഗ്സ് പിടിക്കപ്പെടുന്നു. അപ്പൊ ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എങ്ങനെയായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുക? അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് എത്രത്തോളമായിരിക്കും ഗുണമായിട്ടുണ്ടാവുക എന്നാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിലയിരുത്താൻ കഴിയുക? ഇത് ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് ഈ ഒരു മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് അത് പൂർണ്ണമായി സാധ്യമാവില്ല. ഇത് തുടർന്നു പോകണം, ഒരു കാലയളവ് കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. പിന്നെ ഇതിന് ഈ ഡിമാൻഡ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പൊ കോളേജ് വിദ്യാർത്ഥികളിലേക്ക്, ടീനേജേഴ്സിന് നമ്മൾ കാണുന്നു, പെൺകുട്ടികളൊക്കെ ഇപ്പോൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നു, ഇതിന്റെ വിതരണത്തിൽ കാരിയേഴ്സായി നടക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ കാണുമ്പോൾ വളരെ ആശങ്കയുണ്ട്. ഈ പെൺകുട്ടികൾ
ഈ MDMA പിടികൂടുന്നു, അവരൊരു കൂസലുമില്ലാതെ പോലീസിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പോ ഇവർക്ക് വലിയ പിൻബലം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമുണ്ട്. അത് ഇവർക്ക് കിട്ടുന്ന ലാഭവും ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചെയിനുകളും ഒക്കെയാണ്. ഒക്കെയാണ്. പലരും ഈ ലഹരിക്ക് അടിമകളായി കാരിയേഴ്സായി മാറുന്നവരുമുണ്ട്. അതെ അതെ, തീർച്ചയായും കാരിയേഴ്സായി മാറുന്നു. വലിയ സാമ്പത്തിക ലാഭം ഇവർക്ക് ലഭിക്കുന്നു. 3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം. ഇപ്പൊ അത് ഈ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കും എന്നറിയില്ല. എങ്കിലും ആരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന, എന്നാൽ സമൂഹത്തിനെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ലാഭം അതിൽ വരുന്നു, ലഹരി പിടിക്കുന്നു, അല്ലെ, ലഹരി ആസ്വദിക്കുന്നു. ഒപ്പം ഇതോടൊപ്പം സെക്സ് ചേരുന്നു, ഇത് സമ്മേളിക്കുകയാണ്. ഇതൊക്കെ ആയി കഴിയുമ്പോൾ മറുഭാഗത്ത് വയലൻസ് സംഭവിക്കുന്നു. അതാണ് പല അക്രമ സംഭവങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ സംഭവങ്ങളായാലും ഇതൊക്കെ ലഹരി കടിമയായാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഒരു മാസം കൊച്ചിയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്ന പൈസയുടെ 10 ഇരട്ടിയായിരിക്കും ചിലപ്പോൾ ഒരൊറ്റ കാരിയർ ആയിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്നത് എന്നുള്ളതും ഇതിലൊരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഘടകമാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നല്ലോ, ഇപ്പോൾ വേശ്യാവൃത്തിയിലേക്ക് പോകുന്നു, ജീവിക്കാൻ മാർഗമില്ലാതെ പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. അപ്പോഴും അതിനെതിരെ വിമർശനങ്ങൾ വരുമായിരുന്നു. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ ഇതിനാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ പോകേണ്ടി വന്നവർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്, നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്തരത്തിൽ ലഹരി നെറ്റ്വർക്കിലേക്ക് പോകുന്നവർ, വഴുതി വീഴുന്നവരുണ്ടാകാം, മനഃപൂർവ്വം അതിലേക്ക് എത്തിപ്പെടുന്നവരും ചെന്ന് ചാടുന്നവരും ഉണ്ടാവാം, അതിലേക്ക് പോകുന്നവരുണ്ടാകാം. കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വഴുതി വീഴുന്നവരാവട്ടെ, അവരവിടെ തുടരുന്ന അവർക്കതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ കഴിയാതെ വരുന്നു. അവർ ആ ഗ്രൂപ്പിന്റെ ചെയിനിന്റെ ഭാഗമായി പോകുന്നു. അവർക്കത് പൊട്ടിച്ച് ഇറങ്ങാൻ കഴിയാതെ വരുന്നു. ഇറങ്ങിയാൽ അവർ കുരുക്കിൽപ്പെടും. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ ആ ഒരു സൊസൈറ്റിയില്, ഈ ഒരു സൊസൈറ്റി അവർ ഉൾക്കൊള്ളുന്ന ആ സൊസൈറ്റിയിൽ നിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പെൺകുട്ടികൾക്കും കൂടുതലധികം സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ വളരെ ആശ്ചര്യപ്പെട്ടു പോയി. എന്തുകൊണ്ട് ഈ പെൺകുട്ടികളെല്ലാം ഈ MDMA, മെത്താഫെറ്റമിൻ, അതുപോലെ LSD ഇത്തരം വസ്തുക്കളാണ് ഈ കൈകാര്യം ചെയ്യുന്നത്. അത് എയർപോർട്ട് കേന്ദ്രീകരിച്ചും പിടിക്കപ്പെടുന്നു, വീടുകളിൽ നിന്ന് പിടിക്കപ്പെടുന്നു. വലിയ ആശങ്കയാണ്. ഇപ്പോ ആദ്യം ഇത് ചോദിച്ചതുപോലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിൽ ബേസിക്കലി കേരളത്തിൽ സംഭവിക്കുക, ഈ കേരളത്തിലെ ഈ വയലൻസ്, നമ്മൾ പല സ്ഥലത്തു നിന്നും വയലൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ, ഗുണ്ടാ സംഘങ്ങളുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ അടിയും തല്ലും കൊലപാതകങ്ങൾ വരെ നടത്തുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ വലിയ കുറവ് വരും ഉറപ്പാണ്. കാരണം ഈ ലഹരിക്ക് അടിമയായി പെട്ടവർക്കാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൂടുതൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരാളോട് എതിർപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മറിച്ചൊരു തരത്തിൽ അവരെ ആക്രമിക്കാനോ ഒക്കെ ഒരു താല്പര്യം തോന്നിയാൽ തന്നെ മറിച്ച് അല്ല വേണ്ട എന്നൊക്കെ ചിന്തിക്കാനുള്ളൂ. സാധാരണ മാനസികാവസ്ഥയിൽ അതൊക്കെ സാധ്യമാണ്. പക്ഷെ ഇത്തരം ലഹരി തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവൻ ഉന്നം വയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യത്തിലേക്ക് അവൻ എത്തപ്പെടും, അത് നടത്തും. അതാണ് ഈ അക്രമവും വയലൻസും ഒക്കെ കൂടാനുള്ളൊരു കാരണം. പിന്നെ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പരസ്യമായ വെട്ടിക്കൊലകളും കൊലപാതകങ്ങളും നടക്കുന്നത്. അപ്പോ ഇത് പൂർണ്ണമായും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായും നിയന്ത്രിക്കുക സാധ്യമല്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നു. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്ക് അതിലേക്ക് എത്താം. പക്ഷെ ഇതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ഈ അക്രമ വാർത്തകളിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഏറെക്കുറെ കൈവരും എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. വലിയ തോതിൽ കുറയും. ഇപ്പൊ തന്നെ അതിന്റെ സൂചനകൾ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചു കാലമായിട്ട് തീവ്രമായ അക്രമ സ്വഭാവത്തിലുള്ള വാർത്തകളുടെയൊക്കെ ഒരു തള്ളിക്കയറ്റം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, അദ്ദേഹം കേരള സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക്, അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വരും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ചില ആശയക്കുഴപ്പങ്ങളോ ചില താല്പര്യമില്ല മറ്റു ചില ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് അദ്ദേഹം വന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരികയാണ്. അപ്പൊ കേരളത്തിൽ ഇത്തരമൊരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കാനായിട്ട് മലയാളികളിൽ വലിയൊരു വിഭാഗം വിജയുടെ ഫാൻസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനും ഉണ്ടാക്കുന്ന ഒരു മൈലേജ്, അത് ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അത് എത്രത്തോളമായിരിക്കും കരുതുന്നത്? അത് നമ്മൾ കണക്ക് കൂട്ടുന്നതിലും അപ്പുറമായിരിക്കും യദു. കാരണം
ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അദ്ദേഹത്തിന് ആരാധക വൃന്ദങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു തമിഴ് സിനിമ, വിജയുടെ തമിഴ് സിനിമ റിലീസ് ചെയ്താൽ ഇപ്പോഴും കേരളത്തിൽ തിയേറ്ററുകൾക്ക് മുമ്പിൽ പാലഭിഷേകവും മറ്റുമാണ്, അല്ലെ, ചെണ്ടമേളവും ഒക്കെയാണ്. വിജയ്ക്ക് അത്രമാത്രം ആരാധകരുണ്ട്. ഞാനും ഒരു വിജയ് ആരാധകനാണ്, ഫാനാണ്. അപ്പോ തീർച്ചയായും ഇത്രയും അധികം, അതുമല്ല വിജയ് എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിന് വളരെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം വിജയ് യുവാക്കളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ആരാണ് ഈ മയക്കുമരുന്നുകളിലേക്ക് കൂടുതൽ പോകുന്നത്? യുവാക്കളാണ്. അവരെ ഒരു ബോധവൽക്കരണം നൽകാൻ വിജയ് വന്ന് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ചു പേർക്കെങ്കിലും കഴിയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പിന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യം, അദ്ദേഹം എടുത്ത ഈ ഒരു താല്പര്യം വളരെ വലുതാണ്. വിജയ് മുഖ്യമന്ത്രിയാണ്, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. പക്ഷെ രാഷ്ട്രീയ പാരമ്പര്യവും എന്തുകൊണ്ടും തലയെടുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്, സംശയമില്ല, രാഷ്ട്രീയത്തിൽ. പക്ഷെ അദ്ദേഹം നേരിട്ട് തമിഴ്നാട്ടിൽ ചെന്നാണ് വിജയിനെ, സിഎമ്മിനെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അത് ചെയ്തത് കേരളത്തിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് വളരെ മനോഹരമായിരിക്കുന്നു. കേരളത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. കേരളത്തിന്റെ യുവജനങ്ങളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു വിജയ് ഇവിടെ വരുമ്പോൾ ഒപ്പം മോഹൻലാലും ഉണ്ട്. അതെ, അങ്ങനെയെങ്കിൽ കേരളത്തിൽ അത് വലിയ ചലനം ഉണ്ടാക്കും. രമേശ് ചെന്നിത്തല എന്ന വ്യക്തി മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ വലിയൊരു ഉത്തരവാദിത്വം അവിടെ നിറവേറ്റപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ തന്നെ ഇപ്പം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇപ്പോൾ ഭരണം തുടങ്ങിയതിനു ശേഷം മറ്റെല്ലാ വകുപ്പുകൾക്കുമെതിരെ പരാതികൾ വരുന്നുണ്ട്. പല മന്ത്രിമാർക്കെതിരെയും ട്രോളുകൾ വരുന്നുണ്ട്. സകല മന്ത്രിമാർ, ഇപ്പം മുഖ്യമന്ത്രി VD സതീശനെ ഉൾപ്പെടെ പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ തൊടാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാനിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനപിന്തുണ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ, ഇപ്പോൾ എന്ന് പറയുന്നത് ലഹരി കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നു, പിടിക്കുന്നു, അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ഇപ്പൊ കേരളത്തിൽ ഒരു ശുദ്ധികലശമാണ് ആഭ്യന്തര വകുപ്പിന്റെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പലപ്പോഴും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതായത് പല മേഖലകളിലും കള്ളപ്പണ ഇടപാട്, തട്ടിപ്പുകാര്, ഈ പലിശക്കാര്, അതൊക്കെ രമേശ് ചെന്നിത്തലയുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ്? അതാണ് അദ്ദേഹം പണ്ട് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത്. കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയും നടപ്പാക്കാത്ത കാര്യമായിരുന്നു ഓപ്പറേഷൻ കുബേര. ഈ കള്ളപ്പണക്കാർക്കെതിരെ, വട്ടിപ്പലിശക്കാർക്കെതിരെ, ബ്ലേഡ് മാഫിയക്കെതിരെ അതിനു മുമ്പോ അതിനുശേഷമോ ഒരു ആഭ്യന്തരമന്ത്രിയും നടപടി എടുത്തിട്ടില്ല. അതാണ് വേറൊരു ഹൈലൈറ്റ്. അപ്പൊ ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോട് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇന്ന മേഖലകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ വരുമ്പോൾ തന്നെ അതിനോട് ചുവട് പിടിച്ച് മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനധികൃത പണമിടപാടുകൾ, കള്ളപ്പണം, ഇത്തരത്തിലുള്ള പണമാണ് ഈ നാർക്കോട്ടിക്സ് ഇടപാടുകൾക്ക് വിനിയോഗിക്കുന്നതുള്ളതാണ് ഒരു പ്രധാന വസ്തുത. അതിന് തടയിടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. പിന്നെ അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് എത്രമാത്രം ഇതിൽ പരിമിതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം കേരളം വിചാരിച്ചാൽ, നമ്മുടെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മാത്രം വിചാരിച്ചാൽ പൂർണ്ണമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കേരളത്തെ നമ്മൾ സംരക്ഷിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചതുപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. അവിടുന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കേരളത്തിൽ ഇതിന്റെ ഉത്പാദനമൊക്കെ വളരെ കുറവാണ്. പ്രധാനമായും ഇപ്പോൾ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ കൂടുതൽ ടൊബാക്കോ പ്രൊഡക്ട്സ് ഒക്കെയാണ് കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ പെരുമ്പാവൂരൊക്കെ കണ്ടതുപോലെ അത്തരം സാധനം പുകയില ഉൽപ്പന്നങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, അവരൊക്കെ വെറും ശിശുക്കളാണ്. അവര് ആണ് ഓടിച്ചിട്ട് പിടിക്കുന്നതും മറ്റും. ഓക്കെ, പക്ഷെ അതും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇതിനപ്പുറം ഈ സിന്തറ്റിക് ലഹരികൾ വരുന്നത് എയർപോർട്ടുകൾ വഴി വരുന്നു. എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ചെയ്യുക? നമ്മുടെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഇതിന്റെ ഒരു കൃത്യമായ പരിശോധന മീൻസ് നമ്മളെ എല്ലാവരെയും തപ്പിത്തടഞ്ഞ് പരിശോധിക്കാൻ കഴിയില്ല. കൃത്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനാ സംവിധാനം എയർപോർട്ടുകളിൽ ഏർപ്പെടുത്തണം.
അത് കൊച്ചിയിലേക്കുള്ള ഇപ്പോൾ നെടുമ്പാശ്ശേരി സിയാലിലേക്ക് ഒരു വിമാനം വന്നു കഴിഞ്ഞാൽ അത് പുറപ്പെടുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വിമാനമാണെങ്കിൽ ഡൽഹിയിൽ അതിന് ചെക്കിംഗ് ഉണ്ടാവണം. അങ്ങനെ എല്ലാ തലത്തിലും ഇപ്പൊ നേരത്തെ യദു സൂചിപ്പിച്ചു, കേന്ദ്ര സർക്കാർ പോലും ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പരിപാടി ഏറ്റെടുത്ത് ഒന്നിച്ച് നടപ്പാക്കുമ്പോഴേ ഇത് പൂർണ്ണമായി ഒരു വിമോചനം ഇതിൽ നിന്ന് സാധ്യമുള്ളൂ. ഒരു സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതിൽ നമുക്ക് ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കടൽ തീരം വഴി കടൽ മാർഗം വരുന്നുണ്ട്, എയർ ട്രാഫിക് വഴി വരുന്നുണ്ട്, റോഡ് മാർഗം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്തുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ചെറിയ അളവിലല്ലേ, കള്ളപ്പണം അല്ലെങ്കിൽ കറൻസി കൊണ്ടുവന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനെങ്കിലും പറ്റും. ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കാതെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, അതിനുപോലും പക്ഷെ ലക്ഷങ്ങളാണ് വില എന്നുള്ളതാണ്. ലക്ഷങ്ങളും കോടികളുമാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്നതും. പിടിക്കപ്പെടാൻ പരിശോധനകളിൽ പിടിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പിടിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ഒളിച്ചു വെച്ച് കൊണ്ടുവരാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് എത്രമാത്രം ഞാനിപ്പോ ആഭ്യന്തര വകുപ്പ് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഉപയോഗിക്കണം. ഇതോടുകൂടി ഇത് ചോദിച്ചതുപോലെ ഈ ലഹരി മുക്തമാകുമ്പോൾ തന്നെ കള്ളപ്പണം ഇടപാടുകൾ കുറയും. കാരണം ഇതാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അക്രമവും ഇത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലും ഒക്കെ കുറെയൊക്കെ ഒരു അറുതി വരുത്താൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തന്നെ ഇപ്പോ ഇത് പറഞ്ഞു ഓപ്പറേഷൻ കുബേര. ഇപ്പൊ അത് നമുക്കറിയില്ല അതിന്റെ ഒരു വോളിയം എത്രമാത്രം ഉണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു അതിപ്പോഴും കുറെയൊക്കെ സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയോട് നമുക്കുള്ള ഒരു അഭിപ്രായം, ആ ഓപ്പറേഷൻ കുബേര കൂടി തിരിച്ചു വരണം. അപ്പോ ഇതിന്റെ കൂടെ അതും ആകുമ്പോൾ സാമ്പത്തിക തട്ടിപ്പുകാരെയും പിടിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതും പണമിടപാടും തട്ടിപ്പുമാണ്. എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്തത് ഇതിന്റെ പേരിൽ. അപ്പോ ഇത്തരത്തിലാണ് നമ്മുടെ ഈ സമൂഹം എന്താ പറയാ വല്ലാതെ ചില കാര്യങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാകുകയാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഉടനെ ചിലർ സമീപിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ തന്നെ അങ്ങോട്ട് പോയി സമീപിക്കുന്നു. ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ആധാരമൊക്കെ പണയം വെച്ച് അല്ലെങ്കിൽ പൈസ എടുക്കുന്നു, പിന്നെ ഭീഷണിയായി ആത്മഹത്യയിലേക്ക് പോവുകയാണ് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ. ഇത് തന്നെയാണ് മറ്റൊരു വശത്തും സംഭവിക്കുന്നത്. മയക്കുമരുന്നിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ ചെയിൻ മുറിച്ച് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അവരിൽ തന്നെ ഇൻവോൾവ് ആകുന്നു. പിന്നെ ഈ ഡിമാൻഡ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ യദുവിനോടൊരു കാര്യം പറയാം. യദു, ഈ കേരളത്തിലെ മദ്യനയം അത് ഒട്ടേറെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ്. യദുവിനറിയാലോ, ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? കുറച്ച് കാലയളവ് മുമ്പ് കഴിഞ്ഞ് മന്ത്രിസഭയുടെയൊക്കെ കാലത്ത്, കഴിഞ്ഞ മുമ്പിലത്തെ മന്ത്രിസഭയുടെയൊക്കെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് പെട്ടെന്ന് ബാറുകൾ പൂട്ടുന്നു. എന്താണ് സംഭവിച്ചത്? ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എനിക്ക് മനസ്സിലാവുന്നത് ബിവറേജിൽ ഇടിയാവും, ഒപ്പം വീടുകളിൽ മാറ്റു കേന്ദ്രങ്ങൾ ശരിയാണ്. അപ്പോ അതിനെതിരെ നമുക്ക് ഈ ലഹരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂരിഭാഗം പേരും, അല്ലെങ്കിൽ ഭൂരിഭാഗം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്നറിയില്ല, എന്നാലും ഈ ഒട്ടേറെ പേർ ലഹരി ആസ്വദിക്കുന്നവരാണ്, ലഹരി ദിനം പ്രതി ഉപയോഗിക്കുന്നവരാണ്. ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്നിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യത്തിൽ അത് അഡിക്ഷനാണ്. അപ്പോൾ അതില്ലാതെ വന്നപ്പോഴാണ് കൂടുതൽ പേർ ഈ ലഹരി മരുന്നുകളിലേക്ക് മാറിയത്. മദ്യം അത് നിയന്ത്രിച്ച് അതിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പെട്ടെന്ന് നിർത്തുന്നത് ശരിയായ ഒരു തീരുമാനമല്ല. പക്ഷെ അങ്ങനെ ഈ ബാറുകളൊക്കെ അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കുറേയൊക്കെ പേർ ഇതിലേക്കൊക്കെ പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? അന്ന് ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങളിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ പോയിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പൊ കഞ്ചാവ് വേട്ടകളൊക്കെ സജീവമായി കേരളത്തിൽ ആ കാലത്ത് നടന്നിരുന്നു. വീടുകളിൽ തന്നെ വാറ്റുണ്ടാക്കുന്നവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊക്കെ വാർത്തകൾ വന്നു, അത് പിടിക്കപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം. ഇപ്പം പൂർണ്ണമായും മദ്യം നിരോധിക്കാനാവില്ല. മദ്യം കേരളത്തിൽ ആവശ്യമായതിലാണ്. ഇപ്പോഴും നമ്മുടെ വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മദ്യനയത്തിൽ ഒരു വ്യക്തതയില്ല. ഒരു സർക്കാർ അത് ബാറുകൾ അടയ്ക്കുന്നു, മറ്റൊരു സർക്കാർ അത് തുറക്കുന്നു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം ആവാം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള ചർച്ചകൾ മാത്രം നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഈ നാർക്കോട്ടിക് സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ലഹരിയായി പ്രധാനമായി കാണുന്നവർക്ക് ആ ലഹരി കിട്ടിയേ തീരൂ. നിയന്ത്രിച്ചു കൊണ്ടുവരണം. മറ്റ് ക്യാമ്പയിനുകളും അതോടൊപ്പം ബോധവൽക്കരണവും ഒക്കെ അതിനകത്ത് കൊണ്ടുപോകണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാം ഒന്നിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിൽ ഓപ്പറേഷൻ തൂഫാൻ അതിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വരുന്നു, വിജയ് വരുന്നു, കേരളം ഒന്ന് ഇളകി മറിയും.
കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ്. നമ്മൾ യുവാക്കളെ തിരിച്ചു പിടിക്കണം, അല്ലേ? തീർച്ചയായും.